ഇന്ന ജാതി എന്ന് പറയുന്നവന് 5000 രൂപ ഇനാമുണ്ട്. അത് ഒറിജിനൽ ജാതി ഇന്ന ജാതിയാണ് ഈ പജ്ജെന്ന് പറയണം. പറയാതെ എൻ്റെ തൊള്ളിയിലൊന്നും എന്തെങ്കിലും പറഞ്ഞാൽ 5000 തരികയാണെങ്കിൽ നടക്കൂല കേട്ടോ. കേട്ടോക്കെ ഈ പാലേറ്റ് എറിഞ്ഞ 35 വയസ്സായ ആൾക്കാർ പോകും. കാരണം എന്താ പറയുക, പാലിൻ്റെ കട്ടിയേറ്റ് അല്ലേ. റാട വാച്ചുള്ളവരിന് ഈ ടൈം വെച്ചോളി. ഈ കുളമ്പ് വെള്ള അതിൻ്റെ കൊജ്ജ് നോക്കേ, ഇത് നോക്കടാ. ഉർജല് എച്ചപ്പിൻ്റെ അടയാളം നോക്കാം. മൊൽമ കണ്ടിച്ച് ഈ പാണ്ടുകുറി ഇതാടാ ഉർജല് എച്ചപ്പിൻ്റെ പവർ. എന്താണ് ജെറിസായി പറ്റിട്ട് ഇതിൻ്റെ തള്ളയാണ് കുട്ടി. ആ കറുപ്പും വെളുപ്പും പാണ്ടിയതാ. അത് പെയിൻ്റ് അടിച്ചുണ്ടാക്കിയല്ല കേട്ടോ. അത് ഒറിജിനൽ എച്ചപ്പ് മോഡലാണ്. മോഡൽ നല്ല അടിപൊളി മോഡലാണ്. ആൾക്കാർക്ക് തലിൻ്റെ ഉള്ളിൽ മസാല ഉള്ളവരും ഏത് കന്ന വാങ്ങേണ്ടെന്ന് ആദ്യം പഠിച്ചിട്ട് വരണം. എന്നിട്ട് ചന്തക്ക് കുറ്റം പറയാണ്. ഏതെങ്കിലും പറഞ്ഞിട്ട് വാങ്ങും. കിട്ടീന് ചെറിയ വിലക്ക് വാങ്ങുക, കൊണ്ടുപോയിട്ട് പിറ്റേന്ന് അതിൻ്റെ ഏന്തൂല. ഇത് എന്തിനാ പൈക്കളി ഏതാണെന്ന് നോക്കി വാങ്ങണം. അതെന്താ വെച്ചാൽ ഇങ്ങനെ ഉണക്കൽ നോക്കിയിട്ട് വാങ്ങാം. എല്ലാവർക്കും ടിക്കറ്റ് അടിച്ചോളൊന്നുമില്ല കേട്ടോ. ഒരു മനസ്സിന് ഫസ്റ്റ് പ്രൈസ് അടിച്ചോളൂ. ആ ഒരു അടി ഇതടിച്ചു, യാതൊരു സംശയം ഉണ്ടെന്ന്. ആ 12 പജ്ജും ഒരു കാളി ഒരേ സ്ഥലത്ത് നിന്ന് ഒരേ ആളെ കേൾക്കുന്ന മേടിച്ചാൽ 90,000 രൂപയ്ക്ക് വാങ്ങിക്കൊണ്ടുവന്നെ. നമ്മൾ വാങ്ങിയത് കേട്ടോക്കെ ഈ പാലേറ്റ് എറിഞ്ഞ 35 വയസ്സായ ആൾക്കാർ പോകും. കാരണം എന്താ പറയുക, പാലിൻ്റെ കട്ടിയേറ്റ് അല്ലേ. അതാ പറയുന്നത് കേട്ടോ. എടാ വാച്ചുള്ളവരുണ്ടെങ്കിൽ റാട വാച്ചുള്ളവരുണ്ടെങ്കിൽ ടൈം വെച്ചോളി. ഇടക്കെ ഈ ഇരുത്തനെ ഇരുന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് കിടക്കുക. അതായത് ഈ കുളമ്പ് വെള്ള ഇടണ്ടി ഇടക്കെ. ഇത് കണ്ടില്ലേ, കുളമ്പ് വെള്ള വാലിൻ്റെ കൊജ്ജ് നോക്കേ. ഇത് നോക്കടാ. ഉർജല് എച്ചപ്പിൻ്റെ അടയാളം നോക്കാം. മൊൽമ കണ്ടിച്ച് ഈ പാണ്ടുകുറി ഇതാടാ ഉർജല് എച്ചപ്പിൻ്റെ പവർ. എന്താണ് ഇതാണ്ടോ ഉർജല് എച്ചപ്പിൻ്റെ പവർ. അതാണ് ഒരു എവിടുന്ന് വരുന്നത്. കണ്ടിച്ച് കണ്ടിച്ച് ചുരത്തിയടത്. ഇതൊക്കെ കാക്കാൻ കുട്ടി കൊണ്ടുപോയി ഒരാഴ്ച നിന്ന് ശരിക്കും തുളിച്ച വെള്ളം തന്നെ കൊടുത്താൽ ചങ്കരക്കാൻ കൊടുത്താൽ മതി. ഒരു ബക്കറ്റ് കൂടി കൊണ്ടുവരുമ്പോൾ പറയേണ്ട ഒരു കട്ടക്കാലം ഈ പറ്റുമേ വരിക. ഒരു ടവല് മേത്തിട്ട് അത്രയില്ല എൻ്റെ ശരീരം. ഒരാഴ്ച 2 ആഴ്ച കഴിഞ്ഞാൽ ഒരു സമയമായി. അപ്പോൾ കുട്ടികളായിട്ട് 5 മണി ഇപ്പം നമുക്ക് പാലിലൊന്നും പോകുന്നുണ്ടാവില്ല. ഒരു 5-5:30 മണിക്ക് അപ്പോൾ നമുക്ക് കിട്ടിയേ തീരുള്ളൂ. അപ്പോൾ പാത്രമായിട്ട് പോയിട്ട് കിട്ടൂല. അപ്പോൾ നിങ്ങൾ ഇപ്പം അത് കണ്ടുവച്ച് കൊണ്ടുപോയിക്കോളി. കഴിച്ചെന്ന് മേടിച്ചാൽ ഒന്ന് അത് 2 കൊണ്ടുപോയി. ഒന്നാമത് അവിടെ ഒരു പാണ്ടിപ്പച്ചിക്കുണ്ട്, ഒരു കാളി കെട്ടിട്ട് ഉണക്കതാ സായിവേ. ഇപ്പം അതിലെ റൂട്ട് ഇതിലെ വരലില്ല അല്ലേ? എങ്ങനെ ഞാൻ കാണില്ലേ? എടുത്ത് വെച്ച കൊടുക്കും. ഒറിജിനൽ പേര് പറയണം, ഇന്ന ജാതിയാന്നുള്ളത്. അത് ഇജ്ജ് പറഞ്ഞാലും കിട്ടും. ഒറിജിനൽ ഇന്ന ജാതിയാണ് ഈ പജ്ജെന്ന് പറയണം. അത് ഞാൻ ഡോക്ടറെ വിളിച്ച് ചോദിച്ചു. ഇയാൾ പറഞ്ഞത് ശരിയാണെന്ന് പറഞ്ഞാൽ എനിക്ക് 5000 കിട്ടും. അല്ലെങ്കിൽ എനിക്ക് മേപ്പിട്ട് നോക്കി പോവാം. ഇന്ന ജാതി അതെന്ന് പറയണം. ഇന്ന ജാതി എന്ന് പറയുന്നവന് 5000 രൂപ ഇനാമുണ്ട്. അത് ഒറിജിനൽ ജാതി ഇന്ന ജാതിയാണ് ഈ പജ്ജെന്ന് പറയണം. പറയാതെ എൻ്റെ തൊള്ളിയിലൊന്നും എന്തെങ്കിലും പറഞ്ഞാൽ 5000 തരികയാണെങ്കിൽ നടക്കൂല കേട്ടോ. ഒരു കോളിഗേറ്റ് ഇറക്കാം. അത്രക്ക് നല്ല അതിൻ്റെ എളുപ്പത്തിൻ്റെ ഊക്കാണ്. പിന്നെ കേടിയിരുത്തിന്നുള്ളൂ. ഇപ്പോൾ പറഞ്ഞു മനസ്സിലായോ? കേടിയിരുത്തില്ല. എങ്ങനെ ഞാൻ ഇപ്പം 4 മണിക്ക് നമ്മളെ പരിധി നീച്ചു പോകാം. ഞാൻ ഇത് കൈയിട്ട് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചോളൂ. അപ്പോൾ നമ്മൾ പെട്ടിക്ക് പിന്നെ ഇപ്പോൾ രാവിലത്തതും ഇപ്പോഴത്തതും നാളത്തൊക്കെ പാടെ തിന്നില്ലല്ലോ. അതിലൂടെ ഉണങ്ങുകയാണ്. പിന്നെ ആ ഉണക്കം മാറി നമ്മൾ കുറേശ്ശെ തിന്ന് പെട്ടിക്കണമെന്ന് വീർത്ത് വരണം. നിങ്ങൾക്ക് അറിയില്ലെന്ന് ഞാൻ പറയുന്നില്ല. അറിയുന്ന ആൾക്കാരുണ്ടോ? നിങ്ങളെ കുടിയിൽ കുറേ വൈക്കോലോ പുല്ലോ ഉണ്ടിച്ചിട്ട് എപ്പോഴും കന്നിനിങ്ങനെ ഇട്ട് കൊടുക്കരുത്. കറക്കൂല. ഇപ്പം നമ്മൾ പറയണത് നമ്മളിന്ന് തോനെ പുല്ലോ വൈക്കോലോ കൊടുക്കാറുണ്ടല്ലോ. രാവിലെ വെള്ളം കാട്ടുക, 2 കന്നിട്ട് കൊടുക്കുക. കന്നര കടന്ന് അയെടുത്തിട്ട് ആ തിന്നത് അരക്കണം. അപ്പോഴേ പാലാവുള്ളൂ കേട്ടോ. ഇത് നമ്മൾ 24 മണിക്കൂർ ഇതിൻ്റെ മുന്നിൽ ഇട്ട് കൊടുത്താൽ അറ്റൊക്കെ ആദ്യം തിന്ന സാധനം അരച്ച് വിടാൻ സമയം കിട്ടില്ല. അതവിടെ കിടക്കും. അപ്പോൾ കന്നിനെ അപ്പോൾ ഈ രാവിലെ ഇട്ട് കൊടുത്താൽ പിന്നെ ഉച്ചന്നിട്ട് വൈകുന്നേരം ആകുമ്പോൾ രണ്ടെന്ന് ഇങ്ങനെ ഇട്ട് കൊടുക്കാൻ പറ്റും. എന്നിട്ട് ഓല തിന്നത് ഇങ്ങനെ അരച്ച് പിടിച്ച് ഇതാവും. പച്ച ഒരാളെ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓനൊരു MLA സാധനം നാട്ടിൽ കിട്ടും. ഇത് വില എഴുതി വെച്ചല്ലിട്ടൂടെ അതതിൻ്റെ നമ്പർ ഇട്ടതാണ്. ഞങ്ങളിത് മാറിന് നമ്പർ ഇട്ടാണ്. ചില ആൾക്കാർ വന്നിട്ട് പറയുന്നത് ഇതിൻ്റെ വില എഴുതി വെച്ചാണ് ഇതിമേ ചോദിച്ചു. അതല്ല കേട്ടോ. അതെന്താ വെച്ചാൽ ഞങ്ങൾ തോനെ കന്ന് വരുമ്പോൾ നമ്മളിങ്ങനെ വാങ്ങിക്കിട്ടും. അതേമാതിരി വേറെല്ലോലും വാങ്ങിക്കിട്ടും. അങ്ങനെ ലക്ഷക്കണക്കിൽ കന്നിൻ്റെ ഇടയിൽ 50 ഏതാ 50 ഏതാന്ന് അറിയാൻ വേണ്ടിയിട്ട് ഓരോ അടയാളങ്ങൾ ഇടാണ് കേട്ടോ. ഈ ഞാനിട്ട് അടയാളം വേറെ ആൾ ഇടൂല. പജ്ജ് കണക്കൂട്ട് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ വില എഴുതിയേക്കുക നല്ല കേട്ടോ. ഇതിങ്ങനെയാണ് ഇതിൻ്റെ സംഗതി. എനിക്ക് അറിയാത്തതോട് പറഞ്ഞു തരാണ്. നമ്മൾ ലക്ഷക്കണക്കിൽ കന്ന് വാങ്ങിക്കാണ്ട് ഇങ്ങനെ എല്ലാവരും ഒരേ കയറ്റുമ്പോൾ കൊണ്ടുപോയി കെട്ടും, ഒരേ സ്ഥലത്ത് കെട്ടും. അവിടെ നോട്ടങ്ങളൊന്നുമില്ല. അവിടെ വർത്തമാനത്തിനൊന്നും ഇടട്ടില്ല.
വണ്ടി വരുമ്പോൾ വണ്ടിയിൽ ചാടി കയറി പിടിച്ചിട്ടാണ് ഇതൊക്കെ വാങ്ങണത്. 3 പഞ്ച് 4 പഞ്ചൊക്കെ ഒരു വണ്ടിയിൽ വരെ അവിടെയൊക്കെ ചന്തയിൽ. അതിന് നമ്മൾ കയറി പിടിച്ചാൽ നമ്മൾ വർത്താനം കഴിഞ്ഞിട്ട് വേറൊരാൾ പിടിച്ചോളൂ. അത് കണ്ണാട്ട പാക്കം കൊണ്ട് കഴിച്ചാണ് നിങ്ങൾ. അല്ല ആയിക്കോട്ടെ, എനിക്ക് കുഴപ്പമില്ല. ആ അല്ല, കാട്ട് കഴിച്ചത് കണ്ണട വേറെ പാക്കുള്ള കണ്ണടയാണ്. ഇതിനെ പറ്റി അറിയണോന് പൊന്നാരപ്പ, ഇത് 22 ക്യാരറ്റുണ്ട്. ഇത് മുതലതാ. ശരീരം മുടുക്കുള്ള പൈക്കൾ ആരും വാങ്ങരുത്. ഇഞ്ചയൊക്കെ നേലും വേറെ ആരെയൊക്കെ നേലും അതിൻ്റെ അങ്ങേപ്പുറം മുടുക്ക് കൂട്ടാൻ കഴിച്ചണം. അത് കജ്ജൂല കേട്ടോ. ഉണക്കൽ വാങ്ങിക്കോളി. ഉണക്കൽ വാങ്ങിയിട്ട് തിന്നാൻ കൊടുത്തുണ്ടാക്കി, അപ്പോഴാണ് സംഗതി എടുക്കുള്ളൂ. ആ പീഞ്ഞോ ധൈര്യപ്പെട്ട് പീഞ്ഞടാ. ഇതാ കുഞ്ഞിക്കോയാക്കാനെ പൈക്കളെ പവർ ഇതാടാ. ഇതാ അവിടെ ഇരുന്നോളൂ. ഇതാണ് അവിടെ നിന്നോന്ന് പറഞ്ഞാൽ നിൽക്കാത്തൊരു പഞ്ച് നമ്മൾ കൊണ്ടെടുക്കൂല. വലിയ ഹലോക്കിൻ്റെ ആനാളെല്ലാം ഇത്ര ആൾക്കാർ കൊണ്ടെടുക്കണം. അത് നിങ്ങൾക്ക് നടക്കൂലാക്ക. കിട്ടിയിട്ട് ചാക്കാം. നിങ്ങൾ എന്ത് പറയണ്ടെന്ന്